കുട്ടികളെയും ഇന്നത്തെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ തീർന്നു, അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഗ്യാസ് ലാസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. വാതക നിയമങ്ങളും മോൾ സങ്കല്പനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. സിമ്പിളാണെങ്കിലും ചില മേഖലകൾ വരുമ്പോൾ നമുക്കതിൻ്റെ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും നമുക്ക് വളരെ ലഘുവായിട്ട് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. നമുക്ക് വാതകങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ഖരം, അതായത് ദ്രാവകം, ഈ ഖരം ദ്രാവക വാതകത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ 8ലും 9ലൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഖരം ദ്രാവകത്തെ അപേക്ഷിച്ച് വാതകങ്ങൾക്ക് ചില പ്രത്യേകതകൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കും നമുക്ക്. അതായത് മൂലകങ്ങളും അതുപോലെ സംയുക്തങ്ങളൊക്കെ വാതകാവസ്ഥയിൽ കാണപ്പെടുന്ന അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ നമ്മൾ പല വാതകങ്ങളെ, അതായത് വാതക സംയുക്തങ്ങളൊക്കെ നമ്മൾ പരീക്ഷണശാലകളിലും വ്യവസായശാലകളിലും നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂലകാവസ്ഥയിലുള്ള മൂലക വാതകങ്ങളുണ്ട്, സംയുക്ത രൂപങ്ങളിലെ വാതകങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ വാതകത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഞാനിവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് നിങ്ങളുടെ ടെസ്റ്റിൽ പറയുന്ന ഒരു 6 സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഒന്ന്, ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻസ് ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ്. അതായത് ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായ അനേകം തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ട്. ഓരോ വാതകത്തിലും ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻസ്, ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായ അനേകം തന്മാത്രകൾ, മൈന്യൂട്ട് മോളിക്യൂൾസ്, അനേകം തന്മാത്രകൾ വാതകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത ശ്രദ്ധിക്കുക. വെൻ കമ്പയർഡ് ടു ദി ടോട്ടൽ വോളിയം ഓഫ് എ ഗ്യാസ്, ദി റിയൽ വോളിയം ഓഫ് മോളിക്യൂൾസ് ഈസ് വെരി ലെസ്. ഒരിക്കൽ കൂടി, വെൻ കമ്പയർഡ് ടു ദി ടോട്ടൽ വോളിയം ഓഫ് എ ഗ്യാസ്, ദി റിയൽ വോളിയം ഓഫ് മോളിക്യൂൾ ഈസ് വെരി ലെസ്. ഒരു വാതകത്തിൻ്റെ ആകെ വ്യാപ്തവുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ, ഒരു വാതകത്തിൻ്റെ ആകെ വ്യാപ്തം, ടോട്ടൽ വോളിയം, ആകെ വാതക വ്യാപ്തവുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ റിയൽ വോളിയം, യഥാർത്ഥ വ്യാപ്തം വളരെ നിസ്സാരമാണ്. ആകെ വ്യാപ്തവുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. വെൻ കമ്പയർഡ് ടു ദി ടോട്ടൽ വോളിയം ഓഫ് എ ഗ്യാസ്, ദി റിയൽ വോളിയം ഓഫ് മോളിക്യൂൾ ഈസ് വെരി ലെസ്. മൂന്നാമത്തത്, ദി മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻസ്. അതായത് വാതകത്തിലെ തന്മാത്രകൾ എല്ലാ ദിശകളിലേക്കും ചലിക്കും. ഇൻ ഓൾ ഡയറക്ഷൻസ്, എല്ലാ ദിശകളിലേക്കും. വാതക തന്മാത്രകളുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആകർഷണം കുറവാണ്, ഊർജം കൂടുതലാണ്, വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നു, ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും സഞ്ചരിക്കാം, എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഇങ്ങനെ വാതകത്തിന് മറ്റ് ഖരം ദ്രാവകത്തെ അപേക്ഷിച്ച് ഒത്തിരി പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതിന് ഫ്രീ ആയിട്ട് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഏത് ഡയറക്ഷനിൽ, ഇന്ന ഡയറക്ഷൻ ഒന്നുമില്ല, ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും വാതക തന്മാത്രകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അത് ഖരം ദ്രാവകം അവയെ അപേക്ഷിച്ച് വാതകത്തിനുള്ള ഒരു പ്രത്യേകതകളാണ്. അതാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. ദി മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻസ്. ഇതാണ് എല്ലാ ദിശകളിലേക്കും ഈ വാതക തന്മാത്രകൾ സഞ്ചരിക്കും, ചലിക്കും. അതുപോലെ നാലാമത്തെ പോയിന്റ്, ആസ് എ റിസൾട്ട് ഓഫ് ദി റാൻഡം മോഷൻ ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ്, they collide with each other and also collide with the walls of the container in which it is kept.
ദിസ് കൊളീഷൻ വിത്ത് ദി വാൾസ് അക്കൗണ്ട് ഫോർ ദി പ്രഷർ ഓഫ് എ ഗ്യാസ്. ഇങ്ങനെ ക്രമരഹിതമായി സഞ്ചരിക്കുന്ന ഇത്തരം വാതക തന്മാത്രകൾ, അതാണ് നമ്മൾ പഠിക്കുന്നത്. ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് ദി റാൻഡം മോഷൻ ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ്. ക്രമരഹിതമായി സഞ്ചരിക്കുന്ന വാതക തന്മാത്രകൾ ദ കൊളൈഡ് വിത്ത് ഈച്ച് അതർ. അവർ തമ്മിൽ, ആ തന്മാത്രകൾ തമ്മിൽ കൊളൈഡ് എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടുക. തന്മാത്രകൾ തമ്മിൽ കൊളീഷൻ നടക്കും, കൊളൈഡ് നടക്കും. കാരണം ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും അതിൽ സഞ്ചരിക്കാൻ നമ്മൾ പഠിച്ചു. ഇന്ന ഡയറക്ഷനൊന്നുമില്ല, വാതക തന്മാത്രകൾക്ക് ഏത് ഡയറക്ഷൻ. അപ്പോൾ തന്മാത്രകൾ തമ്മിൽ, അതായത് മോളിക്യൂൾസ് തമ്മിൽ ചിലപ്പോൾ കൊളൈഡ് നടക്കും, അത് തമ്മിൽ കൂട്ടിമുട്ടും. അങ്ങനെയോ അല്ലെങ്കിൽ അത് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ആൾസോ കൊളൈഡ് വിത്ത് ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. വാതക തന്മാത്രകൾ, വാതകം സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ അല്ലെങ്കിൽ കണ്ടെയ്നറിൻ്റെ ഭിത്തിയുമായിട്ട്, വാൾസ് ഭിത്തിയുമായിട്ടൊക്കെ കൂട്ടിയിടിക്കും. കാരണം ക്രമരഹിതമായിട്ടാണ് സഞ്ചരിക്കുന്നത്, ഏത് ഡയറക്ഷൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ വാതക തന്മാത്രകൾ തമ്മിൽ, അല്ലെങ്കിൽ ആ തന്മാത്രകളും വാതക തന്മാത്രകളും പാത്രത്തിൻ്റെ ആ വാതകം സ്ഥിതി ചെയ്യുന്ന കണ്ടെയ്നറിൻ്റെ ഭിത്തിയിൽ ചെന്ന് ഇടിക്കും. ഇങ്ങനെ ചെന്ന് ഇടിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്താ ശ്രദ്ധിക്കുക, ലാസ്റ്റ് സെന്റൻസ്, ദിസ് കൊളീഷൻ വിത്ത് ദി വാൾസ് അക്കൗണ്ട് ഫോർ ദി പ്രഷർ ഓഫ് എ ഗ്യാസ്. അവിടെ ഒരു വാതക മർദ്ദം അനുഭവപ്പെടും. ആ കൊളീഷൻ നടക്കുന്ന, കൊളൈഡ് കൂട്ടിമുട്ടുന്ന ഭാഗത്ത് എന്ത് അനുഭവപ്പെടുന്നു? ഒരു പ്രഷർ അനുഭവപ്പെടുന്നു, ഒരു മർദ്ദം, ഒരു വാതക മർദ്ദം അവിടെ അനുഭവപ്പെടുക. ഇതിൻ്റെ വാതക മർദ്ദം ഉണ്ടാക്കുന്ന ഒരു പ്രഷർ ഉണ്ടാക്കുക. ഇതാണ് ആ പോയിന്റ്. അടുത്ത 5ാമത്തെ പോയിന്റ്, ആസ് ദി കൊളീഷൻ ഓഫ് മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ, ദർ ഈസ് നോ ലോസ് ഓഫ് എനർജി. അപ്പോൾ ഇത്തരം കൊളീഷന് വിധേയമാകുന്ന മോളിക്യൂൾസിന് ഏത് നേച്ചറാണ്, എന്ത് സ്വഭാവമാണ്? ഇലാസ്റ്റിക് സ്വഭാവമാണ്, ഇലാസ്റ്റിക സ്വഭാവമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നോക്കുക, ദർ ഈസ് നോ ലോസ് ഓഫ് എനർജി, ഊർജ്ജ നഷ്ടം ഉണ്ടാകുന്നില്ല. ഇലാസ്റ്റിക് സ്വഭാവം ഉള്ളത് കൊണ്ട് ചെന്ന് ഇരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരു എനർജി നഷ്ടം അവിടെ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഊർജ്ജ നഷ്ടം സംഭവിക്കുന്നില്ല. ഇനി ലാസ്റ്റ് പോയിന്റ്, there is no attractive between the gas molecules and the walls of the container. അതായത് ഈ തന്മാത്രകൾ, വാതക തന്മാത്രകൾ തമ്മിലോ അല്ലെങ്കിൽ ഇത് ചെന്ന് ഇടിക്കുന്ന ആ സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ഭിത്തിയുമായിട്ട് ഒരു ആകർഷണവും ഇല്ല. അതാണ് നമ്മൾ ലാസ്റ്റ് പഠിക്കുന്നത്. there is no attraction between the gas molecules and the walls of the container. അതായത് വാതക തന്മാത്രകൾ തമ്മിലായാലും വാതക തന്മാത്രകളും കണ്ടെയ്നറിൻ്റെ ഭിത്തികൾ തമ്മിലായാലും ഒരു ആകർഷണവുമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ വാതകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പുസ്തകത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സുകൾ. ഇത് നിർബന്ധമായിട്ട് ഈ സെൻറ്റൻസുകൾ മനസ്സിലാക്കി വയ്ക്കുക. ഒരിക്കൽ കൂടി ഞാൻ ഇതൊന്ന് ജസ്റ്റായിട്ട് പറഞ്ഞു ഒന്നാണ്. ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻസ് ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ്. അതായത് ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായ മോളിക്യൂൾസ് ഉണ്ട്. അതിസൂക്ഷ്മങ്ങളായ മോളിക്യൂൾസ് ഓരോ വാതകത്തിൽ അടങ്ങിയിരിക്കുന്നതാണ് ഒന്നാമത്തെ. വാതകത്തിൽ അതിസൂക്ഷ്മങ്ങളായ മോളിക്യൂൾസ് ഉണ്ട്. അതാണ് ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻസ് ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ്. രണ്ടാം, when compared to the total volume of a gas, the real volume of molecule is very less. അതായത് ഒരു വാതകത്തിൻ്റെ ടോട്ടൽ വോളിയം, ആകെ വ്യാപ്തവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ, വാതകത്തിൻ്റെ ആകെ വ്യാപ്തവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലെ മോളിക്യൂൾസിൻ്റെ വോളിയം എത്ര നിസ്സാരമാണ് എന്നാണ് നമ്മൾ രണ്ടാമത്തിൽ പഠിക്കുന്നത്. അതാണ് ദ റിയൽ വോളിയം ഓഫ് മോളിക്യൂൾസ് ഈസ് വെരി ലെസ്. അതിലെ മോളിക്യൂൾസിൻ്റെ യഥാർത്ഥ വോളിയം എന്ന് പറയുന്നത് എത്ര നിസ്സാരമാണെന്ന് നമ്മൾ പഠിക്കുന്നു. മൂന്നാമത്തേത്, ദി മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻസ്. അതായത് ഒരു വാതകത്തിലെ തന്മാത്രകൾ എന്താ സംഭവിക്കുന്നത്, ഓൾ ഡയറക്ഷൻസ്, എല്ലാ ദിശകളിലേക്കും ചലിക്കുന്നു. ആസ് എ റിസൾട്ട് ഓഫ് ദി റാൻഡം മോഷൻ ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ് ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ആൾസോ കൊളൈഡ് വിത്ത് ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. ഇങ്ങനെ ക്രമരഹിതമായിട്ട്, അടുക്ക് ചിട്ടയില്ലാതെ ക്രമരഹിതമായിട്ട് സഞ്ചരിക്കുന്ന ഇത്തരം വാതക തന്മാത്രകൾ തമ്മിലോ അല്ലെങ്കിൽ
ആൻഡ് ആൾസോ കൊളൈഡ് വിത്ത് വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. അത് സ്ഥിതി ചെയ്യുന്ന ആ കണ്ടെയ്നറിൻ്റെ, ആ പാത്രത്തിൻ്റെ ഭിത്തിയുമായിട്ടൊക്കെ എന്ത് സംഭവിക്കുന്നു? കൊളൈഡ് നടക്കുന്നു, കൂട്ടിമുട്ടുന്നു. ഇതാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് അനുഭവപ്പെടുന്നു? ഒരു ഗ്യാസ് പ്രഷർ, അതായത് പ്രഷർ ഓഫ് എ ഗ്യാസ്, ഒരു വാതക മർദ്ദം അനുഭവപ്പെടുന്നു. അതാണ് ദിസ് കൊളീഷൻ വിത്ത് ദി വാൾസ് കണ്ടെയ്ൻ അക്കൗണ്ട് ഫോർ ദി പ്രഷർ ഓഫ് എ ഗ്യാസ്. അടുത്ത 5. As the collision of molecules are perfectly elastic in nature. ഇത്തരം മോളിക്യൂൾസ്, ഈ മോളിക്യൂൾസിനൊക്കെ എന്ത് സ്വഭാവമാണ്? ഇലാസ്റ്റിക് സ്വഭാവമാണ്. ഈ മോളിക്യൂൾസ് ക്രമരഹിതമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഈ മോളിക്യൂൾസിന് എന്ത് സ്വഭാവമാണ്? എന്ത് ആണ് സ്വഭാവം? ഇലാസ്റ്റിക് സ്വഭാവമാണ്. അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക? ദർ ഈസ് നോ ലോസ് ഓഫ് എനർജി, അതായത് ഊർജ്ജ നഷ്ടം സംഭവിക്കുന്നില്ല. ലാസ്റ്റിൽ ദർ ഈസ് നോ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഗ്യാസ് മോളിക്യൂൾസ് ആൻഡ് ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. അതായത് ഈ കൂട്ടിമുട്ടുന്ന മോളിക്യൂൾസ് തമ്മിലോ അല്ലെങ്കിൽ അത് ചെന്ന് ഇടിക്കുന്ന ആ പാത്രത്തിൻ്റെ അല്ലെങ്കിൽ കണ്ടെയ്നറിൻ്റെ ഭിത്തിയുമായിട്ട് ഒരു ആകർഷണവും ഇല്ല. ഇത്രയുമാണ് നമ്മൾ വാതകത്തിനെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സുകൾ. ഇത് കാണാതെ പഠിക്കുകയോ വായിച്ച് മനസ്സിലാക്കി വയ്ക്കുകയോ ചെയ്യുക. ഇനി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ താഴോട്ട് പഠിക്കുമ്പോൾ ഈ വാതക തന്മാത്രകൾ തമ്മിൽ എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ ഊർജ്ജം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അതായത് ഓരോ തന്മാത്രകൾ ഈ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്ര തമ്മിലുള്ള എനർജി വെരി ഹൈ. നിങ്ങളുടെ പുസ്തകത്തിൽ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, കോളം കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എനർജി എങ്ങനെയാണ് വാതകത്തിലെ മോളിക്യൂൾസ് തമ്മിലുള്ള ആ എനർജി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വെരി ഹൈ. അതുപോലെ തന്മാത്രകൾ തമ്മിലുള്ള ആ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ്, അതായത് അവ തമ്മിൽ ഓരോ തന്മാത്രകൾ വളരെ അകന്ന സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഈ വെരി ലാർജ്, വളരെ അകന്ന് സ്ഥിതി ചെയ്യുക. തന്മാത്രകൾ ഒരു കാരണവശാലും അടുത്തറ നിൽക്കില്ല. അത് എത്ര നമ്മൾ പഠിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഒരു ദ്രാവകം നമ്മൾ 1 ലിറ്റർ പാത്രത്തിലെടുത്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക്, ഇപ്പോൾ 5 ലിറ്റർ കൊള്ളുന്നതോ അല്ലെങ്കിൽ 10 ലിറ്റർ കൊള്ളുന്ന പാത്രത്തിലേക്ക് മാറ്റിയാൽ അതിൻ്റെ വോളിയത്തിൽ വ്യത്യാസം വരുന്നില്ല. ദ്രാവകത്തെ നമ്മൾ ഏത് പാത്രത്തിലെടുത്താലും വോളിയത്തിൽ മാറ്റം വരുന്നില്ല. പക്ഷെ വാതകം അങ്ങനെയല്ല. നമ്മൾ 1 ലിറ്റർ വാതകം സ്ഥിതി ചെയ്യുന്ന 1 ലിറ്റർ കൊള്ളുന്ന ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ കണ്ടെയ്നറിൽ നമ്മൾ വാതകം എടുക്കുക. അത് നമ്മൾ 5 ലിറ്റർ ഉൾക്കൊള്ളുന്ന പാത്രത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിൻ്റെ വോളിയം 5 ലിറ്റർ ആയിരിക്കും. അതുപോലെ ഏത് പാത്രത്തിലാണോ നമ്മൾ വാതകം എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ മൊത്തം നിറഞ്ഞു നിൽക്കുക. നമ്മൾ 1 ലിറ്ററിലാണെങ്കിൽ 1 ലിറ്റർ ആയിരിക്കും, 5 ലിറ്ററിലാണ് 5 ലിറ്റർ, 10 ലിറ്ററാണ് 10 ലിറ്റർ. അപ്പോൾ അതിനെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എവിടെ വേണമെങ്കിലും വാതക തന്മാത്രകൾ സഞ്ചരിക്കാം, ഏത് ദിശയിലേക്കും സഞ്ചരിക്കാം. നമ്മൾ അതൊക്കെയാണ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് പഠിക്കുന്നത്. തന്മാത്രകൾ ഇന്ന ഭാഗം അങ്ങനെയൊന്നുമില്ല, ഏത് ഡയറക്ഷനിൽ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ പരസ്പരം കൂട്ടിമുട്ടും. ശരിയാണ്, കൊളീഷൻ നടക്കും, കൂട്ടിമുട്ടും. ഈ കൂട്ടിമുട്ടുന്ന സമയത്ത് അവിടെ ഒരു പ്രഷർ അനുഭവപ്പെടും. ഇതാണ് നമ്മൾ പഠിക്കുന്നത്, ലാസ്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. അവിടെ നമ്മൾ സെൻറ്റൻസ് പഠിച്ചു. അവിടെ നമ്മൾ എന്താ പറയുന്നത്, അവിടെ ഒരു പ്രഷർ അനുഭവപ്പെടുന്നു, പ്രഷർ അനുഭവപ്പെടുന്നു, ഒരു മർദ്ദം അവിടെ അനുഭവപ്പെടുക. ഇനി നമ്മൾ വീണ്ടും പഠിക്കുന്നു, ഇങ്ങനെ കൂട്ടിമുട്ടുന്ന മോളിക്യൂൾസിന് ഇലാസ്റ്റിക് സ്വഭാവം ഉള്ളത് കൊണ്ട് എനർജി നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന വാതക തന്മാത്രകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതൽ, അകലം കൂടുതലാണ്, എനർജി കൂടുതലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായി നമ്മൾ പഠിക്കുന്നു. അതുപോലെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, ചലന സ്വാതന്ത്ര്യം കൂടുതലാണ്. അത് എങ്ങനെ, ഇപ്പം നമ്മൾ സോളിഡ് എടുക്കുകയാണെങ്കിൽ തന്മാത്രകൾ തമ്മിൽ അടുത്തടുത്താണ് കാണപ്പെടുന്നത്. ക്ലോസ്ലി പാക്ഡ് അറേഞ്ച്മെൻറ്റ്, അതുപോലെ അടുത്തടുത്താണ് നമ്മൾ കാണപ്പെടുന്നത് തന്മാത്രകൾ. നമുക്ക് തന്മാത്രകളുടെയൊക്കെ സ്ഥലമൊന്നുമില്ല, ഗ്യാപ്പ് അതല്ല. പക്ഷേ ലിക്വിഡ് എടുക്കൽ അങ്ങനെയല്ല, കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നമുക്ക് സഞ്ചരിക്കാനുള്ള മോളിക്യൂൾസിൻ്റെ തന്മാത്രകൾക്ക് കുറച്ചുകൂടെ ലിക്വിഡിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വാതകത്തിൽ അങ്ങനെയല്ല, അതിന് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. അതാണ് മൂവ്മെൻറ്റ്, അതാണ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. അതും വെരി ഹൈ ആണ്, വളരെ കൂടുതലാണ്. എന്നാൽ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് തമ്മിലുള്ള ആകർഷണം അത് തീരെ കുറവാണ്, വെരി കുറവാണ്. അപ്പോൾ അകലം കാരണം അത് കൂടുകയാണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയുള്ള പോയിന്റ്സിൽ നിങ്ങളെ പുസ്തകത്തിനകത്ത് ടേബിളുണ്ട്, അതിനകത്ത് കുറിച്ചിടുക. ഇതൊക്കെ നിങ്ങൾ ഒന്ന് സിമ്പിളാണ്. ഞാൻ പറഞ്ഞില്ലേ, തുടക്കം ഞാൻ പറഞ്ഞു, ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്, പഠിക്കാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ ഈ 4 പോയിന്റ് നിങ്ങൾക്ക് പൂരിപ്പിക്കാനാണ് ഉള്ളത്. ഒന്ന്, എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് വെരി ഹൈ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് വെരി ലാർജ്, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് വെരി ഹൈ, അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് വെരി ലെസ്. ഇപ്പോൾ ഇത്രയുമാണ് അത്യാവശ്യമായിട്ട് നമ്മൾ വാതകത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ചില സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി വാതകത്തിനെ കുറിച്ചുള്ള മറ്റ് ചെറിയ 3 പ്രധാന കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് പഠിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒന്ന്,
വോളിയം ഓഫ് ഗ്യാസ്, വാതകത്തിൻ്റെ വ്യാപ്തത്തെക്കുറിച്ച്. രണ്ടാമത്തേത് പ്രഷർ ഓഫ് ഗ്യാസ്, അതായത് വാതകത്തിൻ്റെ പ്രഷർ, മർദ്ദത്തെക്കുറിച്ച്, വാതകത്തിൻ്റെ മർദ്ദത്തെക്കുറിച്ച്. മൂന്നാമത്തേത് ടെമ്പറേച്ചറിനെ കുറിച്ച് ചില വളരെ സിമ്പിളായിട്ടുള്ള പോയിന്റുകളാണ്. ഒന്ന് നമ്മളെ വോളിയം ഓഫ് ഗ്യാസ്. എന്താണ് ഈ വോളിയം ഓഫ് ഗ്യാസ്? ഒരു വാതകത്തിൻ്റെ വ്യാപ്തം, അതായത് സ്പേസ് ഓക്കുപൈഡ് ബൈ എ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് ആൻഡ് ഇറ്റ്സ് വോളിയം. എന്താണ് അതിൻ്റെ? ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ്, സ്ഥലമാണ് വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിന്, നമുക്കറിയാം, ഒരു പദാർത്ഥത്തിന് നമ്മൾ പഠിച്ചിരുന്നു എന്താണ് ദ്രവ്യ, മാറ്റർ നമ്മളവിടെ പഠിക്കുന്നു. സ്ഥിതി ചെയ്യാൻ വേണ്ട ഇടം, അതിപ്പോൾ സോളിഡ് ആയാലും ലിക്വിഡ് ആയാലും ഗ്യാസ് ആയാലും, അപ്പോൾ സ്ഥിതി ചെയ്യാൻ വേണ്ട സ്ഥലത്തെ, ഇടത്തെ, അത് തന്നെയാണ് വോളിയം. ഇവിടെ നോക്കുക, ഇത് സ്പേസ് ഓക്കുപൈഡ് ബൈ എ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് ഇറ്റ്സ് വോളിയം. സ്ഥിതി ചെയ്യാൻ വേണ്ട, ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ വേണ്ട സ്ഥലത്തിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് വോളിയം എന്ന് പറയുന്നത്. നമ്മൾ ഒരു കണ്ടെയ്നറിൽ കുറച്ച് നമ്മൾ വാതക തന്മാത്രകൾ എടുത്ത് അടച്ചു വെച്ചാൽ നമുക്കറിയാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് സൂചിപ്പിച്ചു, ഈ ദ്രാവകങ്ങളെ അപേക്ഷിച്ച്, ദ്രാവകമാണെങ്കിൽ നമ്മളിപ്പോൾ ഏത് കണ്ടെയ്നറിൽ എടുക്കുന്നു, ഏത് പാത്രത്തിലെടുക്കുന്നു, ആ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിൽ മാറ്റാൽ അതിൻ്റേതായിരിക്കും. ഒരു വോളിയത്തിൽ ഒരു മാറ്റം വരുന്നില്ല, വോളിയത്തിൽ വ്യത്യാസം വരുന്നില്ല. പക്ഷെ വാതകം അങ്ങനെയല്ല. അത് ഏതിലാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ആ കണ്ടെയ്നറിൻ്റെ ആയിരിക്കും വ്യാപ്തം. നമ്മൾ രണ്ടാം സെൻറ്റൻസ് അത് തന്നെയാണ്. വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ദി കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഓക്കുപൈസ്. നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ നമ്മൾ എടുക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ വ്യാപ്തമായിരിക്കും, വോളിയമായിരിക്കും ആ വാതകത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അതാണ് വോളിയത്തിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ഏത് കണ്ടെയ്നറിൽ എടുക്കുന്നോ, ഏത് പാത്രത്തിലാണ് നമ്മൾ എടുക്കുന്നത്, ആ പാത്രത്തിൻ്റെ വോളിയം, ആ പാത്രത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് അത്, ആ വാതക തന്മാത്ര, ആ വോളിയം. നമ്മൾ 1 ലിറ്റർ ഉള്ള 1 ലിറ്റർ ഉൾക്കൊള്ളുന്ന ഒരു കണ്ടെയ്നറാണെങ്കിൽ, പാത്രമാണെങ്കിൽ, അതിൻ്റെ വോളിയം 1 ലിറ്റർ ആയിരിക്കും. 5 ലിറ്ററിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് 5 ലിറ്റർ 5 ലിറ്റർ ആയിരിക്കും. 10 ലിറ്റർ ആണെങ്കിൽ 10 ലിറ്റർ ആയിരിക്കും. അതാണ് സ്ഥിതി ചെയ്യാൻ വേണ്ട ആ സ്ഥലത്തിൻ്റെ അളവിനെ, ആ സ്ഥലത്തിൻ്റെ അളവാണ് നമ്മൾ വോളിയം ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത്. സ്പേസ് occupied by a substance is known as its volume. ഇതാണ് വോളിയം എന്ന് പറയുന്നത്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അത് ഉൾക്കൊള്ളുന്ന, അത് ഏത് കണ്ടെയ്നർ, അതാണോ ഇത് വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ദി വോളിയം ഓഫ് ദി കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഓക്കുപൈസ്. അത് ഏതിലാണ് ഉൾക്കൊള്ളുന്നത്, ഏത് കണ്ടെയ്നറിലാണ് ഉൾക്കൊള്ളുന്നത്, ഏത് പാത്രത്തിലാണ് ഉൾക്കൊള്ളുന്നത്, ആ പാത്രത്തിൻ്റെ ഇതായിരിക്കും, വോളിയമായിരിക്കും, വ്യാപ്തമായിരിക്കും ആ വാതകത്തിനുണ്ടാകുക. ഇനി രണ്ടാമത്തെ പ്രഷർ ഓഫ് എ ഗ്യാസ്. ഈ പ്രഷർ ഓഫ് എ വാതകത്തിൻ്റെ മർദ്ദമാണ്. ഇപ്പം നമുക്കറിയാം അതിൻ്റെ, ഇപ്പം നമ്മൾ ഒരു സിലിണ്ടറിൽ നമ്മളിപ്പോൾ കുറച്ച് വാതകം എടുത്ത് അടച്ചു വയ്ക്കുക. ഒരു സിലിണ്ടർ നമ്മൾ എടുക്കുക, നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇതിനകത്തൊരു ഈ കണ്ടെയ്നറിനകത്ത് നമ്മൾ വാതക തന്മാത്രകൾ അതിങ്ങനെ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും സഞ്ചരിക്കും. ഇതിൻ്റെ ഏതെങ്കിലും ഒരു പ്രതലം നിങ്ങൾ സങ്കല്പിക്കുക. ഏതെങ്കിലും ഈ കണ്ടെയ്നറിൻ്റെ ഒരു പ്രതലം നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഇത് എല്ലാ ദിശകളിലേക്കും, നമ്മൾ ഈ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ ഇന്ന ഡയറക്ഷനൊന്നുമില്ല, അത് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും മോളിക്യൂൾസ് സഞ്ചരിക്കും. അപ്പോൾ സഞ്ചരിക്കുമ്പോൾ എന്താ നമ്മൾ നേരത്തെ പഠിച്ചു, തന്മാത്രകൾ തമ്മിലും മോളിക്യൂൾസ് തമ്മിലും ഈ പാത്രത്തിൻ്റെ, അതായത് കണ്ടെയ്നറിൻ്റെ ഭിത്തി വാൾസുമായിട്ട് കൂട്ടിയിരിക്കും. അപ്പം നമ്മൾ സങ്കല്പിച്ച ആ പ്രതലം, നമ്മൾ ഏത് പ്രതലമാണ് നിങ്ങൾ അവിടെയും മോളിക്യൂൾസ് ഇടിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു യൂണിറ്റ് നമുക്കിത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, ഒരു യൂണിറ്റ് പ്രതല വിസ്തീർണത്തിലെ ബലം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടേ എന്ന് പറഞ്ഞാൽ, ഇതിൽ അനുഭവപ്പെടുന്ന പ്രതലത്തിൽ നിങ്ങൾ സങ്കല്പിച്ച ആ കണ്ടെയ്നർ സങ്കല്പിച്ച പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സും ബലവും അതിൻ്റെ പരപ്പളവും, പ്രതലത്തിൻ്റെ പരപ്പളവ്, സർഫസ് ഏരിയ അറിയാമെങ്കിൽ ഒരു യൂണിറ്റ് പരപ്പളവിലെ ബലം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു യൂണിറ്റ് പ്രതലത്തിലെ പരപ്പളവ് അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ സമം ടോട്ടൽ ഫോഴ്സ് എക്സെപ്റ്റഡ് ഓൺ ദി സർഫസ് ബൈ സർഫസ് ഏരിയ. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ പ്രതല വിസ്തീർണം, അല്ലെങ്കിൽ പ്രതല, മലയാളം മീഡിയത്തിൽ പ്രതല പരപ്പളവ് എന്നാണ് പറയുന്നത്. പ്രതല പരപ്പളവ്
ഒരിക്കൽ കൂടി, പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ബലവും ഇത് ചെന്നിടിക്കുന്ന മോളിക്യൂൾസ്, നമ്മൾ ഈ കണ്ടെയ്നറിൽ ഏതോ ഒരു ഭാഗം നമ്മൾ ഒരു പ്രതലമായിട്ട് നമ്മൾ സങ്കല്പിക്കുക, അവിടെ അനുഭവപ്പെടുന്ന ബലവും പ്രതലത്തിൻ്റെ പരപ്പളവ് സർഫസ് ഏരിയയും അറിയാമെങ്കിൽ ഒരു യൂണിറ്റ് പരപ്പളവിലെ ബലം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു യൂണിറ്റ് പ്രതലത്തിലെ പരപ്പളവ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുലയാണ് ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ സമം ടോട്ടൽ ഏരിയ എക്സെപ്ഷൻ ഓൺ ദി സർഫസ് ബൈ സർഫസ് ഏരിയ. അതായത് പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലം ഭാഗം പ്രതലത്തിൻ്റെ പരപ്പളവ്, പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലം ഭാഗം പ്രതലത്തിൻ്റെ പരപ്പളവ്. ഇതാണ് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള പ്രഷർ ഓഫ് എ ഗ്യാസ്. മൂന്നാമത്തത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഈസ് ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. നമ്മൾ വാതക തന്മാത്രകളെ ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. ആ തന്മാത്രകൾക്ക് അതായത് എനർജിയാണ്, ചൂടാക്കുമ്പോൾ അതിന് ഊർജം കിട്ടുകയാണ്. അപ്പോൾ ഊർജം കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ചലനശേഷിയൊക്കെ കൂടും, മൂവ്മെൻ്റൊക്കെ കൂടും, ചലനശേഷി കൂടും. പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന ഊർജ്ജം ഏതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൈനറ്റിക് എനർജിയാണ്. മലയാളത്തിൽ ഗതികോർജ്ജം എന്ന് പറയും. ചലിക്കുന്ന വസ്തുവിന് കിട്ടുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ഗതികോർജ്ജമാണ്. അതാണ് ടെമ്പറേച്ചർ ഈസ് ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. അതായത് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവ്, ശരാശരി കൈനറ്റിക് എനർജി, ആവറേജ് കൈനറ്റിക് എനർജി ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളിൽ അടങ്ങിയിരിക്കുന്ന ആവറേജ് കൈനറ്റിക് എനർജി, ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ, മലയാളത്തിൽ താപനില. അപ്പം ടെമ്പറേച്ചർ എന്ന ഒരിക്കൽ കൂടി, ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളിൽ അടങ്ങിയിരിക്കുന്ന ശരാശരി, അതായത് ആവറേജ് കൈനറ്റിക്, ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവിന് എന്ത് വിളിക്കാം? നമുക്ക് ടെമ്പറേച്ചർ, താപനില എന്ന് വിളിക്കാം. അപ്പോൾ വാതകത്തിനെ കുറിച്ചുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന്, വോളിയം ഓഫ് എ ഗ്യാസ്. ഇതിൻ്റെ ജസ്റ്റായിട്ട് ഡെഫിനിഷനൊക്കെ ഒന്ന് ഓർമ്മിച്ചെന്നാൽ മാത്രം മതി. എന്താണ് വോളിയം ഓഫ് എ ഗ്യാസ്? സ്പേസ് ഓക്കുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് ഇറ്റ്സ് വോളിയം. മനസ്സിലാക്കി വയ്ക്കുക. രണ്ടാം, എന്താണ് പ്രഷർ ഓഫ് എ ഗ്യാസ്? ഇപ്പോൾ പ്രഷർ ഓഫ് എ ഗ്യാസ് എന്ന് പറയാൻ നമ്മളിവിടെ പഠിച്ചു. എന്താണ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള രീതികളും കാര്യങ്ങളും നമ്മളിവിടെ പഠിച്ചു. അതായത് ആ പ്രഷർ എന്ന് പറയുന്നത് കൂട്ടിയിടിക്കുമ്പോൾ, അതായത് നമ്മൾ നേരത്തെ പഠിച്ചു, മോളിക്യൂൾസ് തമ്മിലോ അല്ലെങ്കിൽ ആ മോളിക്യൂൾസ് കണ്ടെയ്നർ തമ്മിൽ, ആ ഭിത്തിയിലിടിക്കുന്ന അതും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അവിടെ ഒരു ഫോഴ്സ്, ഒരു ബലം അനുഭവപ്പെടും. ഈ ബലത്തിനെ വിളിക്കുന്നത്, നമ്മൾ നേരത്തെ ഇതേ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ പ്രഷർ ഓഫ് എ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഒരു ചെറിയ സമവാക്യമാണ് ഒരു യൂണിറ്റിൽ അനുഭവപ്പെടുന്ന പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് എക്സെട്ര ഓൺ ദി സർഫസ് ബൈ സർഫസ് ഏരിയ. മൂന്നാമത്തത് ടെമ്പറേച്ചർ. എന്താണ് ടെമ്പറേച്ചർ? ചൂടാക്കുമ്പോൾ, വാതക തന്മാത്രകളെ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? തന്മാത്രകൾക്ക് ഊർജ്ജം കിട്ടും, ഗതികോർജ്ജം കിട്ടും, കൈനറ്റിക് എനർജി കിട്ടും. അപ്പോൾ ചലനശേഷി കൂടും. ചലിക്കുന്ന പദാർത്ഥങ്ങൾക്ക്, വസ്തുക്കൾക്കുണ്ടാകുന്ന ഊർജ്ജമാണ് കൈനറ്റിക് എനർജി. അപ്പോൾ എന്താണ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ ഈസ് ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് സച്ച് മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. അതായത് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകൾക്ക് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന ആവറേജ് കൈനറ്റിക് എനർജി, ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവിനെ എന്താ പറയുക? ടെമ്പറേച്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ മലയാളത്തിൽ താപനില എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ ഈ ഗ്യാസ് ലാസ് അതിൻ്റെ മോൾ കൺസെപ്റ്റിനെ കുറിച്ച് പഠിച്ചതിൽ വാതകത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് വാതകത്തിനുണ്ടായിരിക്കുന്ന പ്രത്യേകതകൾ നമ്മൾ ആദ്യത്തെ 6 പോയിന്റുകൾ നമ്മൾ ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒൻവേഡുകൾ പരീക്ഷയിൽ ചോദിച്ചാൽ എഴുതുക. അതായത് തന്മാത്രകളുടെ എനർജി എങ്ങനെ, ഊർജ്ജം എങ്ങനെ, ഊർജ്ജം വളരെ കൂടുതലാണ്, അകലം എങ്ങനെ, ഡിസ്റ്റൻസ് എങ്ങനെ, തന്മാത്ര തമ്മിലുള്ള ആകർഷണം എങ്ങനെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒൻവേഡുകൾ വന്നാൽ ചെറിയ സിമ്പിളായിട്ട് ഒൻവേഡ് എന്ന് എഴുതാൻ പഠിക്കുക. ഇത് വളരെ സിമ്പിളായിട്ട് അതിനകത്ത് വരുന്ന പ്രധാന കാര്യങ്ങളാണ്. വാതക തന്മാത്രകൾ തമ്മിൽ എന്താ സംഭവിക്കുക? അതായത് തമ്മിൽ കൂട്ടിയിടിക്കും. അതായത് അതിൻ്റെ ഏത് ദിശയിൽ വരെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഏത് ഡയറക്ഷനിലും. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്താ സംഭവിക്കും? തന്മാത്ര തമ്മിൽ കൂട്ടിയിടിക്കും, കൊള്ളായിട്ട് നടക്കും. അല്ലെങ്കിൽ അത് സ്ഥിതി ചെയ്യുന്ന കണ്ടെയ്നർ, പാത്രത്തിൻ്റെ ഭിത്തിയിലൊക്കെ കൂട്ടിയിടിക്കും. അങ്ങനെ കൂട്ടിയിടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരു പ്രഷർ അനുഭവപ്പെടും. ഇത് പ്രഷർ സാധാരണ അനുഭവപ്പെടുന്നു. ഇതൊക്കെ അപ്പോൾ ഇത് പ്രഷർ ഓഫ് എ ഗ്യാസ്. അതൊക്കെ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ചൂടാക്കിയാൽ എന്ത് സംഭവിക്കുന്നു നമ്മൾ പഠിച്ചു. ചൂടാക്കുമ്പോൾ അതിനാവശ്യമായ ഗതികോർജ്ജം, കൈനറ്റിക് എനർജി കിട്ടുകയാണ്.
അപ്പോൾ എന്ത് സംഭവം, അതിൻ്റെ ചലനശേഷിയൊക്കെ കൂടും. അങ്ങനെ ഒരു പദാർത്ഥത്തിൽ തന്മാത്രയിൽ മോളിക്യൂൾസ് അടങ്ങിയിരിക്കുന്ന ആവറേജ് കൈനറ്റിക് എനർജിയെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത് ചോദിച്ചാൽ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ മലയാളത്തിലെ താപനില എന്ന് സാധാരണയായിട്ട് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരികയാണെങ്കിൽ നമ്മൾ നേരിട്ടുള്ള ക്ലാസ്സിലേക്ക് നമ്മൾ ഇങ്ങനെ സംശയം തീർക്കുമ്പോൾ ചോദിക്കാൻ മടിക്കരുത്. വളരെ പ്രധാനമാണ്. ഒരു ക്ലാസ്സിൻ്റെ നമുക്ക് ഈ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഇനി ഒരു 2 ക്ലാസ് കൂടെയൊക്കെ ആകുമ്പോൾ ചാപ്റ്റർ അങ്ങ് തീരും. പക്ഷേ കുറച്ച് വർക്കുകളും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് പഠിക്കുക.